അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സേമിയ മാംഗോ പായസമാണ് ഉണ്ടാക്കുന്നത്. പായസം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമുക്കത് അതിനാ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ പാല് അരിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് പച്ച വന്നോട്ട് ചെറിങ്ങനെ ഒന്ന് പച്ച വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കണം. സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത സേമിയാണ്. വറുക്കാത്ത സേമിയ ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ഫ്രൈ പാനിൽ 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഒന്നിത് തിളച്ച് വന്നോട്ടെ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കട്ടിയില്ലാതെ കലക്കിയെടുക്കുക. ഇതേപോലെ കട്ടിയില്ലാതെ കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച ഉടനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഓരോരുത്തരായിട്ട് കട്ടാട്ടി പോവും. അപ്പം ഒന്ന് തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ടുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ കസ്റ്റാർഡും മിൽക്ക് മെയ്ഡെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കുക. പാലും കസ്റ്റാർഡൊക്കെ ഒന്ന് കട്ടിയായി കുറുകി വന്നിട്ടുണ്ടോയെന്ന്. കുറുകി വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സൈഡിൽ ഒട്ടിപ്പിടിച്ചാലോ ഇതുപോലെ തന്നെ ഇളക്കി മാറ്റി കൊടുക്കുക. പാലൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ മാങ്ങ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് തീരെ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കാം. ഈ മാങ്ങ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് കട്ടിയാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കുറച്ച് ലൂസാക്കി എടുത്തതിന് ശേഷം മാങ്ങ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. മാങ്ങാപ്യൂരിയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ പായസം റെഡിയായി. ഇനി ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ.